എല്ലാവർക്കും നമസ്കാരം. 9th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 7th ചാപ്റ്റർ ആയ ഇലക്ട്രിക് കറന്റ്, ഈ ഒരു ചാപ്റ്ററിൽ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. യൂസിങ് ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് വേർഡ് പെയർ കംപ്ലീറ്റ് ദ സെക്കൻഡ്. ഇവിടെ വേർഡ് പെയർ നോക്കട്ടെ. ഒന്നാം പദജോടിയിലെ ബന്ധം ഉപയോഗിച്ച് രണ്ടാം പദജോടിയിലെ ബന്ധം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിയ റെസിസ്റ്റൻസ് ആണല്ലേ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഏതാണ്? ഓം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അങ്ങനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ യൂണിറ്റ് അല്ലേ നമുക്ക് ഇവിടെ എഴുതേണ്ടത്. എന്താണ് യൂണിറ്റ്? ഏതാണ്? വോൾട്ട് ആണ് അല്ലേ. വോൾട്ട്. EMFന്റെ യൂണിറ്റ് ഏതാണ്? വോൾട്ട് ആണ്. V വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Then next question നോക്കുക. Match the terms in columns A with those in columns B and C. അപ്പം match the following ആണ്. കോളം എയിൽ കൊടുത്തിരിക്കുന്ന നോക്കിയാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറന്റ്, റെസിസ്റ്റൻസ്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏതാണ്? ബിയിൽ ഇക്വേഷൻസ് ആണ്, സിയിൽ യൂണിറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം ഞാൻ ഇതിന് നമ്പർ കൊടുക്കാം. എന്താ 1, 2, 3 എന്ന് നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ ഏതാണ് വരുന്നത്? W/Q ആണ് വരുന്നത് അല്ലേ. അപ്പം ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഒന്നാമത്തെ. ഇനി അതിന്റെ യൂണിറ്റ് ഏതാണ് വരുന്നത്? വോൾട്ട് ആണല്ലേ. അപ്പം ഇതാണ് ഒന്നാമത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ PD എന്ന് എഴുതുവാണ് കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ ഏതാണ്? W/Q ആണ് വരുന്നത്. ദെൻ അതിന്റെ യൂണിറ്റ് ഏതാണ്? വോൾട്ട് ആണ്. അടുത്ത നോക്കിയേ കറന്റ്. കറന്റ് ഏതാണ് വരുന്നത്? കറന്റ് ഇക്വേഷൻ ഏതാണ്? ചാർജ് ബൈ ടൈം ആണ് അല്ലേ. അതായത് ഇതാണ് Q/2 ആണ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റ് ഏതാണ്? ആംബിയർ ആണ്. അപ്പൊ ഇതാണ് കേട്ടോ. അപ്പൊ എന്തോരും കറന്റിനെ നമ്മൾ എങ്ങനെയാണ്? I വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇക്വേഷൻ എങ്ങനെയാണ്? Q/T എന്നാണ് വരുന്നത്. ദെൻ അതിന്റെ യൂണിറ്റ് ഏതാണ്? ആംബിയർ ആണ്. ഇനി അടുത്തത് റെസിസ്റ്റൻസ് അല്ലേ. റെസിസ്റ്റൻസ് നമുക്കറിയാം V/I ആണ്. ഇതാണ് V/I, യൂണിറ്റ് ഓം ആണ്. മനസ്സിലായല്ലോ. അപ്പം റെസിസ്റ്റൻസ് മൂന്നാമത്തെ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ V/I ആണ് ഇക്വേഷൻ വരുന്നത്. ദെൻ അതിന്റെ യൂണിറ്റ് ഏതാണ്? ഓമും ആണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇതുപോലെ കോളം വരച്ചൊക്കെ എഴുതുക. എന്നിട്ട് കറക്റ്റ് ആയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ആൻസേഴ്സും എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ വയർ ഓഫ് യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാസ് എ ലെങ്ത് ഓഫ് 18 സെന്റിമീറ്റർ. ഇറ്റ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 18 ഓം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരേ ഛേദതല പരപ്പളവും 18 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു ചാലക കമ്പിയുടെ പ്രതിരോധം 18 ഓം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരേ ഛേദതല പരപ്പളവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അതിന്റെ ലെങ്ത് 18 സെന്റിമീറ്റർ ആണ്. അതിന്റെ പ്രതിരോധം 18 ഓമും ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് 1 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ദിസ് വയർ? അതായത് ഈ ചാലക കമ്പിയുടെ 1 സെന്റിമീറ്റർ നീളത്തിന്റെ പ്രതിരോധം എത്രയായിരിക്കുന്നു? 1 സെന്റിമീറ്റർ നീളം. ഈ കമ്പിയുടെ നീളത്തെയാണ് 18 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഛേദതല പരപ്പളവ് ഒരുപോലെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രതിരോധം 18 ഓമാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 1 സെന്റിമീറ്റർ നീളമാവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിരോധം എത്രയായിരിക്കും വരുന്നത്? 18 സെന്റിമീറ്റർ നീളം, പ്രതിരോധം 18 ഓമാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒരുപോലെയാണ്. അപ്പൊ എന്താന്ന് നോക്കിയേ, 1 സെന്റിമീറ്റർ നീളമാവുകയാണെങ്കിൽ അതിന്റെ പ്രതിരോധം എത്രയായിരിക്കും? 1 ഓം തന്നെ ആയിരിക്കും. അതിന്റെ ബി പാർട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? The 18 centimeter long wire is cut into 3 parts of equal length. Calculate the effective resistance when these parts are connected in parallel and series. അതായത് 18 സെന്റിമീറ്റർ നീളമുള്ള ഈ കമ്പി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 18 സെന്റിമീറ്റർ നീളമാണെന്ന് പറഞ്ഞത്. അതിനെങ്ങനെയാണ് 3 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുക. 18 സെന്റിമീറ്റർ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നതിന് 18 സെന്റിമീറ്റർ, അതിനെ 3 തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തു. മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ അതിന്റെ സഫല പ്രതിരോധം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ലെങ്ത് 18 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 3 തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിട്ട് വരും? ഒരു ഭാഗത്തിന് നീളത്തിലായിരിക്കും എത്ര വരും? 6 ആയിരിക്കും വരുന്നത് ഇല്ലേ. ഒരു പീസിന്റെ നീളം എന്ന് വെച്ചാൽ 6 ആയിരിക്കുമല്ലോ വരുന്നത്. 3 തുല്യ ഭാഗങ്ങളല്ലേ. മനസ്സിലായല്ലോ. അപ്പൊ 6 സെന്റിമീറ്റർ നീളമുള്ളത് സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയാൽ ഇൻ പാരലൽ അല്ലെ. പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? 1/RP ആണ് നമുക്കറിയാം ഇക്വേഷൻ. അതായത് ഇക്വേഷൻ എങ്ങനെ വരും? ഒരെണ്ണത്തിന്റെ R1 എടുത്തു, രണ്ടാമത്തേന്റെ R2 എന്ന് എടുത്തു, മൂന്നാമത്തേന്റെ നമ്മൾ R3 എന്ന് എടുക്കുക. മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെ വരും എഫക്റ്റീവ് റെസിസ്റ്റൻസ്? 1/R ഇല്ലേ, 6 അല്ലേ ഒരെണ്ണത്തിന് നീളം. 1/6 മനസ്സിലായല്ലോ. അപ്പൊ ഇത് മൂന്നും കൂടെ ചെയ്യും. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 3/6 എന്ന് വരും ഇല്ലേ. 3/6 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. അതായത് ഇവിടെ നമുക്ക് 1/RP ആണ് വന്നത്. അപ്പം
RP എത്ര വരും? ഇതിവിടെ കിട്ടിയത്, അതായത് 1/RP ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 1/2 എന്ന് വന്നത്. അപ്പൊ RP എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പൊ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം എത്രയാണ് വരുന്നത്? 2 ഓം എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു കേട്ടോ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പം RS എന്ന് വരും. അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? R1 പ്ലസ് R2 പ്ലസ് R3 എന്നാണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഒരെണ്ണം 6 ആണ്. 6 പ്ലസ് 6 പ്ലസ് 6 എത്രയാണ് വരുന്നത്? 18 വരും ഇല്ലേ? 18 ഓം. അപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇല്ലേ സഫല പ്രതിരോധം എത്ര വന്നു? 18. എഫക്റ്റീവ് റെസിസ്റ്റൻസ് 18 ഓം എന്ന് വന്നു. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 ഓം എന്ന് വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The intensity of electric current through a conductor is directly proportional to dash between its ends. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുതപ്രവാഹ തീവ്രത, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഇല്ലേ, അതിന്റെ അഗ്രങ്ങൾക്കിടയിലുള്ള ഡാഷിന് നേർ അനുപാതത്തിലായിരിക്കും. എങ്ങനെയാണ് വരുന്നത്? അതിന്റെ അഗ്രങ്ങൾക്കിടയിലുള്ള എന്തിനായിരിക്കും അവിടെ നേർ അനുപാതത്തിലായിരിക്കുന്നത്? ഡിഫറൻസ് ഇൻ ഹൈറ്റ് ആണോ, പ്രഷർ ഡിഫറൻസ് ആണോ, അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ? ഓൾ ഓഫ് ദം. ഏതാണ് വരുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എങ്ങനെയായിരിക്കും? നേർ അനുപാതത്തിലായിരിക്കും. ഇനി നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ റിലേറ്റഡ് ടു ദിസ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ലോ ഏതാണ് വരുന്നത്? ഏത് ലോ ആണ്? ഓംസ് ലോ ആണ് അല്ലേ? ഓംസ് ലോ ആണ് വരുന്നത്. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഏത് ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അത് എഴുതുക. അതുപോലെ തന്നെ എന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് എഴുതുക. അറിയാലോ, കറന്റ് ത്രൂ എ കണ്ടക്ടർ ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ്സ്. അതാണ് എന്റെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി സി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? നോക്കിയേ. ദ ഡേറ്റ ഒബ്റ്റൈൻഡ് ഫ്രം ആൻ എക്സ്പെരിമെന്റ് ഡൺ യൂസിങ് എ നിക്രോം വയർ ആർ ടാബുലേറ്റഡ് ബിലോ. അതായത് നിക്രോം വയർ ഉപയോഗിച്ച് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുകയാണ് കേട്ടോ. അതിന്റെ കുറച്ച് റീഡിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ദ ഫസ്റ്റ് റീഡിംഗ് വാസ് ടേക്കൺ അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് സ്വിച്ചിങ് ഓൺ. ആദ്യത്തെ റീഡിംഗ് എടുത്തിരിക്കുന്നത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തല്ലോ, സ്വിച്ച് ഓൺ ചെയ്ത ഉടനെയാണ് എടുത്തിരിക്കുന്നത്. ദ സെക്കൻഡ് ഈസ് ടേക്കൺ ആഫ്റ്റർ സം ടൈം. രണ്ടാമത്തെ റീഡിംഗ് എടുത്തിരിക്കുന്നത് കുറച്ച് അല്ലേ, ഫസ്റ്റ് റീഡിങ് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഉടനെ തന്നെ എടുത്തു. സെക്കൻഡ് റീഡിങ് കുറച്ച് സമയത്തിന് ശേഷമുള്ള എടുത്താണ്. അപ്പം ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ വിയും ഐയും ആണ് എടുത്തത്. അപ്പൊ ആദ്യത്തെ ഇനീഷ്യൽ റീഡിങ്ങിന്റെ അവിടെ വരുമ്പോൾ വോൾട്ടേജ് 12 ആണ്, കറണ്ട് 2 ആണ്. അപ്പൊ റെസിസ്റ്റൻസ് എങ്ങനെ വരും? റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് വരുന്നത്? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു V/I എന്നല്ലേ, R ഈസ് ഈക്വൽ ടു V/I ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം 12 ആദ്യം എങ്ങനെ വരും? 12/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഓം എന്ന് വരും. ഇനി സെക്കൻഡ് റീഡിങ് എങ്ങനെയാണ് വരുന്നത്? ഇതുപോലെ തന്നെ 12 ഡിവൈഡഡ് ബൈ 1.8 എന്നാണ് വരുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? 12 ഡിവൈഡ് ബൈ 1.8 എന്നല്ലേ, നമുക്കൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ താഴെയും മുകളിലും കേട്ടോ. അപ്പോൾ ഇവിടെ 120 വരും, ഇവിടെ നമുക്ക് 18 വരും. അപ്പം 120 ഡിവൈഡ് ബൈ 18 വരും. നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 6.67 എന്ന് വരും കേട്ടോ. 6.67 ഓം എന്ന് വരും. ഇനി why did the current decrease during second reading? ഇപ്പൊ സെക്കൻഡ് റീഡിങ്ങിന് എങ്ങനെയാണ്? കറണ്ട് ഇവിടെ എന്താ സംഭവിച്ചത്? സെക്കൻഡ് റീഡിങ്ങിൽ കറണ്ട് കുറഞ്ഞു. 2 ആംപിയർ ആയിരുന്നു ഫസ്റ്റ് ഓൺ ആക്കിയപ്പോൾ ഉള്ള റീഡിങ് 2 ആംപിയർ ആയിരുന്നു. സെക്കൻഡ് റീഡിങ് കുറച്ച് സമയത്തിന് ശേഷം കറണ്ട് എന്ത് സംഭവിച്ചു? കറണ്ട് ഇവിടെ ഡിക്രീസ് ചെയ്യുവാണ് ചെയ്തില്ല. അപ്പൊ എന്തായിരിക്കാം അവിടെ കറണ്ട് ഡിക്രീസ് ചെയ്യാനുള്ള കാരണം? എന്തായിരിക്കാം? ആദ്യമേ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? കറണ്ട് അവിടെ മാക്സിമം ആയിരിക്കും. അതിന് കാരണം എന്താണ്? റെസിസ്റ്റൻസ് അവിടെ മിനിമം. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് അവിടെ മിനിമം ആയിരിക്കും, അതുകൊണ്ട് കറണ്ട് അവിടെ മാക്സിമം ആയിരിക്കും. മനസ്സിലാകുന്നതാണ്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിനോട് വ്യത്യാസം. ടെമ്പറേച്ചർ എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടും അല്ലേ, ചൂടാവുമല്ലേ. അതായത് സ്വിച്ച് ഓൺ ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? റെസിസ്റ്റൻസ് ഇല്ലേ, റെസിസ്റ്റൻസ് അവിടെ കൂടുവാണ് ചെയ്യുന്നത് അല്ലേ. റെസിസ്റ്റൻസ് കൂടും, അതിന്റെ ഫലമായിട്ട് ആ സർക്യൂട്ടിലെ കറണ്ട് എങ്ങനെയായിരിക്കും? കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ട്? ആഫ്റ്റർ സം ടൈം കേട്ടോ, ആഫ്റ്റർ സം ടൈം കുറച്ച് സമയത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്? ടെമ്പറേച്ചർ കൂടും, അപ്പോൾ റെസിസ്റ്റൻസും അവിടെ കൂടും. അതിന്റെ ഫലമായിട്ട് കറണ്ട് ഫ്ലോ അവിടെ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ കറണ്ടിന്റെ വാല്യൂ കുറയാനുള്ള കാരണം. മനസ്സിലായല്ലോ? ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റീസൺ എന്തുകൊണ്ടാണ് സെക്കൻഡ് റീഡിങ്ങിന്റെ കറണ്ട് കുറയാനുള്ള കാരണം കേട്ടോ. ഇനീഷ്യലി വെൻ ദ സ്വിച്ച് ഈസ് ഓൺ ദ കറന്റ് ഫ്ലോ വിൽ ബി മാക്സിമം since resistance is minimum, but after some time the temperature of the circuit increases, so resistance of the circuit increases, hence current flow decreases to a
സ്റ്റഡി വാല്യൂ. തുടക്കത്തിൽ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ പ്രതിരോധം ഏറ്റവും കുറവായതിനാൽ വൈദ്യുത പ്രവാഹം, എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം സർക്യൂട്ടിന്റെ താപനില വർദ്ധിക്കുന്നു, അതിനാൽ സർക്യൂട്ടിന്റെ പ്രതിരോധം വർദ്ധിക്കുന്നു. തൽഫലമായിട്ട് വൈദ്യുത പ്രവാഹം സ്ഥിരമായ മൂല്യത്തിലേക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ റീസൺ. The next question, a bulb of 6 ohm and another bulb of 12 ohm, a 9-volt battery, a switch and a connecting wires are provided. Draw a circuit diagram using all of the above components in such a way that the potential difference of 3 volt is obtained across 6 ohm bulb and 6 volt across 12 ohm bulb. അതായത് ഇവിടെ കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒരു 6 ഓമിന്റെ ഒരു ബൾബും അതുപോലെ തന്നെ 12 ഓമിന്റെ ബൾബും ഒരു 9 വോൾട്ട് ബാറ്ററിയും തന്നിട്ടുണ്ട്. മനസ്സിലാകുന്നല്ലോ. അപ്പൊ ഇത് ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് 6 ഓം ബൾബ് ഉണ്ടല്ലോ അതിന് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 3 വോൾട്ടും വരണം. അതുപോലെ തന്നെ 12 ഓമിന് അക്രോസ് ആയിട്ട് എത്രയാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 6 വോൾട്ടും വരണം. മനസ്സിലായല്ലോ. അപ്പം ആ ഒരു രീതിയിൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ എന്താണ്? സ്പ്ലിറ്റ് 9 വോൾട്ട് ബാറ്ററി അല്ലേ തന്നിരിക്കുന്നത്. ആ 9 വോൾട്ട് ബാറ്ററിയും വെച്ച് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഓർത്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ്? 3 വോൾട്ടും അതുപോലെ 6 വോൾട്ടും ആയിട്ട് അവിടെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്പ്ലിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ട് എങ്ങനെയായിരിക്കണം? ഏത് സർക്യൂട്ടിലാണ് അല്ലെങ്കിൽ ബൾബുകൾ ഏത് രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം ഓരോ ബൾബിന് അക്രോസ് ആയിട്ട് വ്യത്യസ്തമായിട്ട് വരുന്നത്? ഏത് രീതിയിലാണ്? സീരീസ് ആയിട്ട്. മനസ്സിലായല്ലോ. സീരീസ് ആയിട്ട് വേണം അപ്പോൾ കണക്ട് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഫിഗർ നമ്മൾ വരയ്ക്കണം കേട്ടോ. അപ്പൊ എങ്ങനെ വരയ്ക്കണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു ബൾബ് ഇവിടെ അല്ലേ, ഇതാ ഒരു ബൾബ് ഇവിടെ ഉണ്ടായിരിക്കും, പിന്നെ മറ്റേ ബൾബ് ഇതാ ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ആദ്യത്തെ ബൾബ് എന്ന് വെച്ചാൽ 6 ഓമിൻ്റെ, ഇത് 6 ഓമിൻ്റെ ആണ്, ഇത് 12 ഓമിൻ്റെ ആണ് ബൾബ്. മനസ്സിലാകുന്നല്ലോ. ഇതെങ്ങനെയാണ്? പിന്നെ ഒരു എന്താണ്, നമുക്കൊരു സ്വിച്ചും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. എന്താ ഇവിടെ ഒരു സ്വിച്ചും കൂടെ കൊടുക്കാം. ഒരു 9 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണം അല്ലേ. ഇതാ ഇങ്ങനെ ഒരു 9 വോൾട്ട് ബാറ്ററിയിലേക്ക് ഇത്ര സംഭവങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് 9 വോൾട്ട് ബാറ്ററി. അപ്പം 6 ഓമിന് അക്രോസ് ആയിട്ട് എത്ര വേണം? 3 വോൾട്ട് വരണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് പൊട്ടൻഷ്യൽ അവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിന് എത്രയാണ്? പൊട്ടൻഷ്യൽ 6 വോൾട്ടും വരും. മനസ്സിലായി. അപ്പൊ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ദ കറന്റ് പാസിംഗ് ത്രൂ ദ ബൾബ് ഓഫ് റെസിസ്റ്റൻസ് 12 ഓം ഈസ് മോർ ദാൻ ദ കറന്റ് ത്രൂ ദ ബൾബ് ഓഫ് റെസിസ്റ്റൻസ് 6 ഓം. ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? ജസ്റ്റിഫൈ. എന്താണ്? ഈ സർക്യൂട്ടിൽ 12 ഓം ബൾബ് ഉണ്ടല്ലോ. അപ്പം 12 ഓം ബൾബും 6 ഓം ബൾബും അതിൽ 12 ഓം ബൾബിലൂടെ കൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 6 ഓം ബൾബിലൂടെയുള്ള കറണ്ടിനേക്കാളും കൂടുതലാണ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അത് നോക്കിയാൽ 6 ഓമും ഉണ്ട്, 12 ഓം ബൾബും ഉണ്ട്. അപ്പം ഈ 12 ഓം ഈ ബൾബ് ഉണ്ടല്ലോ, ഈ ബൾബിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ കൂടെ ഉള്ളതിനേക്കാളും കൂടുതലാണ്. ഇവിടുത്തെ കറണ്ട്, ഈ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തേനേക്കാളും 6 ഓമിനേക്കാളും കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യോജിക്കുന്നുണ്ടോ? എങ്ങനെയാണ് വരുന്നത്? നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിലാകുമ്പോൾ എങ്ങനെയാണ്? പൊട്ടൻഷ്യലാണ് അവിടെ വ്യത്യാസമായിട്ട് വരുന്നത് അല്ലേ. പക്ഷെ കറണ്ട് എങ്ങനെയായിരിക്കും? സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ പ്രത്യേക ഓർത്തണം, കറണ്ട് എങ്ങനെയാണ്? കറണ്ട് സെയിം ആണ് ഇല്ലേ. ഓരോന്നിലൂടെ പോകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. ഇതിലൂടെ പോകുന്ന 2 ബൾബിൽ കൂടെ പോകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. പൊട്ടൻഷ്യലാണ് വേരി ചെയ്യുന്നത് കേട്ടോ. കറണ്ട് അവിടെ എങ്ങനെയാണ്? സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് യോജിക്കുന്നുണ്ടോ? ഇല്ല, നോ പറയാം അല്ലേ. ബി പാർട്ടിൽ നമുക്ക് ആൻസർ എന്ന് പറയാം, നോ പറയാം കേട്ടോ. ഇവിടെ ആൻസർ എന്താണ്? നോ ആണ്. ജസ്റ്റിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് എന്ത് പറയാം? സീരീസ് കണക്ഷനിൽ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ കറണ്ട് എങ്ങനെയാണ്? സെയിം ആണ്. ഇനി a student rearrange the bulbs in the above circuit to obtain the minimum effective resistance. Calculate the effective resistance in this new circuit. അപ്പോൾ ഒരു കുട്ടി ഈ ബൾബിനെ റീഅറേഞ്ച് ചെയ്യുവാണ് കേട്ടോ. റീഅറേഞ്ച് ചെയ്തപ്പോൾ എങ്ങനെയാണ്? ഏറ്റവും കുറഞ്ഞ എന്താണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടണം. അപ്പം ഈ സർക്യൂട്ട് അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്ന് പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ സഫല പ്രതിരോധം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യണം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവ് കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? അതിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യണ്ടേ? ബൾബ്സിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യണം ഇല്ലേ. അപ്പം നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. മനസ്സിലായി പറഞ്ഞു? അപ്പൊ നമുക്ക് എങ്ങനെയാണ്? പാരലായിട്ട് ബൾബ്സിനെ കണക്ട് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവ് കിട്ടും. അപ്പൊ പാരലൽ കണക്ഷനിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസും കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം R1 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 6 ഓം ആയിട്ട് എടുത്തു. R2 എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 12 ഓം ആയിട്ടും എടുത്തു.
ഓക്കെ ആണല്ലോ. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവ് കിട്ടണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? പാരലായിട്ട് കണക്ട് ചെയ്യണം. അതായത് RP ഇല്ലേ, RP ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ 1/RP ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? 1/R1 പ്ലസ് 1/R2 എന്ന് കൊടുക്കാം ഇല്ലേ? അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം? RP ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇത് ഉപയോഗിച്ചാലും മതി കേട്ടോ. നമുക്ക് ഇച്ചിരി എളുപ്പത്തിൽ ഇത് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ റെസിപ്രോക്കലിട്ടൊക്കെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ R1 എന്ന് വെച്ചാൽ 6 ആണ്, R2 എന്ന് വെച്ചാൽ എത്രയാണ്? 12 ആണ് വരുന്നത്. 6 പ്ലസ് 12 എന്ന് വരും. എത്രയാണ് വരുന്നത്? 72 വരും. 72 ഡിവൈഡ് ബൈ 18 വരും. എത്രയാണ് ആൻസർ? 4 ഓം എന്ന് വരും കേട്ടോ. 4 ഓം. അപ്പം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര വന്നു? 4 ഓം ആണ് വരുന്നത്. ഏറ്റവും കുറഞ്ഞ സഫല പ്രതിരോധം അവിടെ കിട്ടി 4 ഓം. ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ബിയുടെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കറണ്ട് അവിടെ വ്യത്യാസപ്പെടുന്നില്ല കേട്ടോ. ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കി എഴുതുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഗ്രാഫ് ഗിവൺ ബിലോ റെപ്രസെന്റ്സ് ഓംസ് ലോ. കണ്ടല്ലേ, ഈ ഒരു ഗ്രാഫിന് ഏതാണ്? ഓംസ് ലോനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അനലൈസ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ റെസിസ്റ്റൻസ്. ഈ ഗ്രാഫ് അനലൈസ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ VI ഗ്രാഫാണ്, ഓംസ് ലോയുടെ ഗ്രാഫാന്ന് പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഓംസ് ലോയുടെ ഗ്രാഫിൽ എങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. R ഈസ് ഈക്വൽ ടു V/I ആണെന്നറിയാം അല്ലേ? ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പ് എടുത്ത് വെച്ചാൽ മതി അല്ലേ? ഏതെങ്കിലും 2 പോയിന്റിൽ നിന്ന് സ്ലോപ്പ് എടുത്ത് വെച്ചാൽ മതി. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്? അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റിൽ നിന്ന് സ്ലോപ്പ് എടുക്കാം. ഞാൻ ഈ പോയിന്റ് എടുക്കുകയാണ് കേട്ടോ. അതാ ഇവിടുന്ന് ഇതുണ്ടല്ലോ, ഈ പോയിന്റും കൺസിഡർ ചെയ്ത് സ്ലോപ്പ് എടുത്തു. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്? അപ്പം എങ്ങനെയാണ്? V/I ആണ് വരുന്നത്. അപ്പം നമുക്കറിയാം എങ്ങനെ എഴുതാം. V എന്ന് പറഞ്ഞിരിക്കുന്നതിനാണ് ഇവിടെ വരും ഇല്ല. ഇതാണ് V എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പോയിന്റിനെ V2 എന്ന് കൊടുത്തു, ഇതിനെ നമ്മൾ V1 എന്ന് കൊടുത്തു ഇല്ല. അപ്പം എങ്ങനെയാണ്? V എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1 വരും. അതുപോലെ കറണ്ട് I എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടും വരും അല്ലേ? അതായത് ഇത് I1 ഉം ഇത് I2 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ I1 ഉം I2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ I2 മൈനസ് I1 എന്ന് വരും ഇല്ല. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.5 ആണ്. 4.5 മൈനസ് 3 വരും. ഡിവൈഡ് ബൈ I2 എന്ന് വെച്ചാൽ 1.5 ആണ്, മൈനസ് 1 വരും. മനസ്സിലായല്ലോ? അപ്പോൾ 4.5 നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ എത്രയാണ് വരുന്നത്? ഇവിടെ 1.5 വരും. 1.5 മൈനസ് 0.5 എന്നും വരും അല്ലേ? അപ്പോൾ എത്രയാണ്? 1.5 മൈനസ് 0.5 എന്ന് പറയുമ്പോൾ ആൻസർ ഇത് വരുന്നത്. അപ്പോൾ എത്ര വരും ആൻസർ? ദാറ്റ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ആണ്. 1.5 വേണമെന്നുണ്ടെങ്കിൽ പോയിന്റ് മാറ്റാൻ വേണ്ടി നമുക്കൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എത്ര വരും? 1.5 ഇൻറ്റു 10 എന്ന് ഇവിടെയും കൊടുത്തു. ഇവിടെ നമുക്ക് 0.5 ഇൻറ്റു 10 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 15 വരും. 15 ഡിവൈഡ് ബൈ 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഓം ഇല്ലേ? അപ്പം റെസിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 3 ഓം എന്ന് കിട്ടി. അപ്പോൾ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യുക കേട്ടോ. ഈ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഒരിക്കലും മറന്നു പോയില്ല. കാരണം ഇനി നമുക്ക് ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് ചെയ്യാനുണ്ടാവും, പ്രത്യേകിച്ച് +2 വരുമ്പോൾ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ ഓർത്തുകൊണ്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഗ്രാഫിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടി 3 ഓം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഓരോന്നും എഴുതിയെടുത്തിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് വരും വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഹയർ ക്ലാസ്സുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക, വെറുതെ കണ്ടുപോകാതെ. ഇത് 9ാം ക്ലാസ് കൊണ്ട് തീരുന്ന കാര്യമല്ല, അപ്പോൾ ഹയർ ക്ലാസ്സുകളിലേക്കുള്ളതാണ്. അപ്പം ആ ഒരു കൺസെപ്റ്റോട് കൂടി മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.